ഞാൻ ഈ ചെടികളുടെ ഒന്നാക്കിയിട്ടാ. അതാണെന്ന് വെച്ചാൽ ചെടികൾക്ക് ഇന്നലെ വൈകിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. അത് കാരണം ചെടികൾ ഒരുവിധം മണ്ണ് ഡ്രൈ ആയി കിടക്കുകയാണ് ചട്ടിയിൽ. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കണം. പിന്നെ ഈ പെൻഡാസ് ഒരുവിധം അത് ഈ മണ്ണിൽ വളൂലാണ്ടാണെന്നറിയില്ല, ഒരു നല്ല രീതിയിലല്ല വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓരോ കൊമ്പുകളൊന്ന് വേറെ ഒരു കവറിലോട്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പം അങ്ങനത്തെ പണിയായിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഞാനൊന്ന് ഒറ്റക്കാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഈ നീലമരിയുടെ കടക്കൊന്നും വെള്ളമില്ല. നമ്മൾ ഒരു ദിവസം ഈ ചട്ടിയിൽ വെക്കണേ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് 2 നേരം ഒഴിക്കണം. 2 നേരം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് ഈ സംഗതി ഡ്രൈ ആയി പോകും. നമ്മൾ നട്ട് വെച്ചാൽ മാത്രം പോരാ. അത് പിന്നെ നമ്മുടെ ഈ അരയിലിയ ഒരു ബുഷായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വേറൊരെണ്ണത്തിൽ പുഴയത്ത് വെച്ചിരുന്ന ഒരു കൊമ്പെടുത്ത് ഇതിലോട്ട് വെച്ചതാണ്. ഇപ്പം ഇതിൻ്റെ പച്ചപ്പും വെള്ളയും പച്ചയും കൂടി കലർന്ന കളർ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ ഈ കൊങ്ങിണിപ്പൂ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ചെടി എടുത്ത് ഹാങ്ങിങ്ങിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പം പൂവിട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട കൊങ്ങിണി ഹാങ്ങിങ്ങിലോട്ടാക്കിയിട്ട് ഒരു കൊമ്പാണത് പൂവിട്ടിട്ടുണ്ട്. പിന്നെ പെറ്റൂണിയമൊക്കെ പൂവായിട്ടൊക്കെയുണ്ട്. ഇതിൻ്റെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. പിന്നെ വേറൊരു കളറ് കടലാസ് ചെടിയും ആ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. സാധാരണ നാടൻ കടലാസ് ചെടിയാണ്, എന്നാലും പൂവുണ്ടായിക്കട കാണിച്ചത്. വേണ്ട ബുഷായിട്ട് നിൽക്കണത്. മറ്റേത് ഒരേ പൂവായിട്ട് മാത്രം നിൽക്കണുള്ളൂ, ഇത് പക്ഷേ ബുഷായിട്ട് നിൽക്കണത്. എന്നിട്ട് ചെമ്പരത്തി പൂ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം ഒന്ന് വെള്ളം ഒഴിക്കട്ടെ. അച്ഛനെ കൊണ്ട് ഞാൻ ഒഴിപ്പിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് ഒഴിക്കണം. നമ്മൾ ഇത് ഉടച്ചുകൊണ്ട് ഓസും കൊണ്ട് അങ്ങാടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കിട്ടൂല. ഇന്നലെ ഒഴിച്ചെന്ന് പറയണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വൈകിട്ട് വന്നപ്പോൾ വൈകിയ കാരണം ഒഴിച്ചിട്ടുണ്ടായില്ല. ഞാൻ താഴത്തേക്കിടെ മാത്രമേ ഒഴിച്ചുള്ളൂ. നമ്മുടെ മറ്റേ പച്ചക്കറിക്കാണ് ഒഴിച്ചു കൊടുത്തത്. ഇങ്ങാട് വന്ന് ഒഴിച്ചു കൊടുത്തില്ല. എനിക്ക് നേരം ഉണ്ടായില്ല ഇന്നലെ ഒഴിക്കാനായിട്ട്. അച്ഛനാ ചേട്ടനാ മക്കളാണെങ്കിൽ ഇങ്ങനെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തോളൂ. അപ്പം നേരെ നമുക്ക് വെള്ളം കിട്ടുമല്ലോ. എല്ലാവർക്കും ചെടി വാടി നിൽക്കാനാണ് വലിയ പ്രശ്നമുള്ള ആൾക്കാരാണ്. ഇതാണ് നന്നായി. അപ്പം 4 കളറിൽ നമുക്ക് പെൻഡാസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം 4 എണ്ണത്തിലോട്ട് ഞാൻ മാറ്റട്ടെ കേട്ടോ. വെച്ചാൽ 4 ചെറിയ കവറിലോട്ടാക്കിയിട്ട് ഓരോ കൊമ്പ് പിടിപ്പിക്കട്ടെ. അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാൻ പണിയായിരിക്കും. അതായത് 4 കവർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കവർ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും നടാനായിട്ട് നമുക്ക് ചെടിച്ചട്ടിലോട്ട് നടാനായിട്ട് ഇത്തിരി ഭാരമുള്ള. അപ്പോൾ ആദ്യം ഇതിലോട്ടൊന്ന് നട്ട് പിടിപ്പിച്ചിട്ട് ചട്ടിയിലോട്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ കവറിലോട്ടൊന്ന് മണ്ണ് നിറക്കട്ടെ. എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഒറ്റക്കായ കാരണം ഇത് നിറച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഈ ചട്ടിയിലെ മുളക് ഉണങ്ങിപ്പോയിട്ടപ്പോൾ ഞാൻ ഈ ചട്ടിയിലെ മണ്ണാണ് എടുക്കുന്നത്. നല്ല മറ്റേ കരിയിലയൊക്കെ വീണുള്ള കറുത്ത മണ്ണാണിത്. അപ്പോൾ ഇതെടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ 4 കവറിലും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. പല സൈസിലുള്ള കവറുകളാണെങ്കിൽ ഇങ്ങനത്തെ കവറുകളാണ് കിട്ടിയത്. പിന്നെ ഇവിടെയാണ് തണല്. അപ്പോൾ ഇവിടെ വെച്ച് നട്ട് വെക്കാം. പിന്നെ അതിൻ്റെ തണ്ട് മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ പെൻഡാസിൻ്റെ ഒരു ചെറിയൊരു കൊമ്പ് നമ്മൾ കുത്തി കൊടുത്താൽ മതി. അത് നമുക്ക് പിടിച്ച് കിട്ടിക്കോളും. വലിയ ബലമുള്ളതൊന്നും കുത്തി കൊടുക്കണ്ട. ചെറിയൊരു തണ്ട് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ തണ്ടാണ്ടത് ഇതാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും എടുത്ത് നട്ടിട്ട് ഞാൻ കാണിച്ചു തരട്ടത്. അല്ലാണ്ട് എനിക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലേ. 4 കളറ് പെൻഡാസിൻ്റെ കൊമ്പ് നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിലോട്ട് ഇത്തിരി മണ്ണിട്ട് കൊടുക്കണം. വെച്ചാൽ കുറച്ച് മണ്ണായിട്ടിട്ടുള്ളൂ. ഇത്തിരി മണ്ണിട്ട് കൊടുക്കട്ടെ. മണ്ണിന് ഇത്തിരി പോരായികൊള്ള പോലെ തോന്നണം. കുറച്ചും കൂടി മണ്ണിട്ടിട്ട് അതൊന്ന് മണ്ണൊന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി വെള്ളം കൂടി തളിക്കണം.
ഇനി ഇതിനെ ഒന്ന് വെയിലില്ലാത്തോട്ട് എടുത്ത് വെക്കണം. ഇവിടെ വെയിലില്ലാത്ത സ്ഥലമാണ്, പക്ഷേ ഒരു വൈകിട്ടാകുമ്പോൾ ഇവിടെ ഇത്തിരി വെയിൽ വരും. അപ്പോൾ ഞാനൊന്ന് തണലത്തോട്ട് എടുത്ത് വെക്കട്ടെ. നമ്മുടെ ഹാങ്ങിങ് ചെടികളൊക്കെ നല്ല ഭംഗിയില്ലാതെ തന്നെ നിൽക്കാം, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനെ അതിനൊന്ന് പറിച്ചു തരണം. അതിപ്പോൾ വല്ലാണ്ട് തൂങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കണ പുല്ല് പോലത്തെ ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല പച്ചപ്പാണ്. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സിറ്റൗട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു നല്ല പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ പെൻറ്റാസിനെ വെയിൽ അടിക്കാത്ത സ്ഥലത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നത് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ മാറ്റി നടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.